ഞാൻ മറ്റൊരു അക്രമം കൂടി ചെയ്ത കാര്യം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. റെഡി 1 2 3. ഞാനിത് വിദേശത്താണ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഡീറ്റെയിലിങ്ങിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ ഒരു ഡീറ്റെയിൽ സെൻറ്റർ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിനിങ്ങിന് ഇവരെ സമീപിച്ചാൽ മതി. 5000 വരുന്നത് 9899 ആണ്. ഓ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് 10000 വരും. പിന്നെ എങ്ങനെ ഞാൻ 10,000 ചെയ്യണം? പിന്നെ ഞാനിവിടെ വേറെ 10 2500 ഫുൾ ക്ലാസ് ചിലപ്പോൾ ചെയ്ത് കിട്ടും. പക്ഷെ അതിനൊരു എഫക്റ്റ് ഇല്ല നമുക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്ലോസി ഫിനിഷ് ഉള്ള വണ്ടിയിലും ഈ പറഞ്ഞ പോലെ മാറ്റ് ഫിനിഷ് ഉള്ള PPF ആവും. ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് 10000 രൂപയ്ക്ക് സാധനം ചെയ്ത് തരുന്നല്ലേ. അതെ, ഇവിടേക്ക് നമുക്ക് PPF ഒട്ടിച്ചിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല. ചെറിയ വണ്ടികളിൽ PPF ചെയ്യേണ്ട, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മറ്റൊരു അക്രമം കൂടി ചെയ്ത കാര്യം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ സഫാരി കാർസിൽ നിന്നും ഒരു വാഹനം കൂടി ഞാൻ വാങ്ങിച്ചു. അത് ഈ പറഞ്ഞൊരു പെർഫോമൻസ് ബേസ്ഡ് വാഹനമാണ്. കുറേ പേരൊക്കെ കണ്ടു കാണും ഏതാണ് വാഹനമെന്ന്. ഏതായാലും അത് വാങ്ങിച്ച് സാധാരണ ഞാൻ ഏതൊരു വാഹനവും ചെയ്യുന്ന പോലെ എൻ്റെ BMW C4 ആയാലും അതുപോലെ തന്നെ കോമറ്റ് ആയാലും എല്ലാം തന്നെ ഞാൻ എൻ്റെ പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച് അപ്പോൾ തന്നെ നേരെ കൊടുക്കുന്ന റോഷോയിലേക്കാണ്. റോഷോയിൽ അവർ എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു തരും. അതെല്ലാം വളരെ ഭംഗിയായിട്ടാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ ഇതിലും ഈ ഏറ്റവും പുതിയ വാഹനത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് പോലും ഞാൻ ചോദിച്ചില്ല. നേരെ ജിതിനെയും അജ്മലിനെ അങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ആ വാഹനം തിരിച്ച് എടുക്കാൻ വേണ്ടി റോഷോയിൽ വന്ന് നിൽക്കുകയാണ്, കാക്കനാടുള്ള റോഷോയിൽ. അപ്പോൾ ഇതാ ഇവിടെ 2 സാരഥികൾ നിൽക്കുന്നുണ്ട്. നമസ്കാരം. അജ്മൽ, 2 പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്തൊക്കെയൊക്കെ ചെയ്ത് ഭംഗിയാക്കി തിരിച്ചു തരാൻ പറയും. അതായത് ഒരു ബ്ലാക്ക് നിറമാണ് വാഹനത്തിന് എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ഭംഗിയായിരിക്കും എനിക്കറിയാം, അല്ലേ? അപ്പോൾ അതാ ഇവിടെ അദ്ദേഹത്തെ അവിടെ മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോഴാണ് ഇത് ഭംഗിയാക്കി തിരിച്ച് കെട്ടിയതിന് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ട അവസ്ഥയിലാണ് ഞാനും കാണുന്നത്. അപ്പോൾ എന്നാൽ ഇത് അൺവീൽ ചെയ്തിട്ടാക്കാം നമുക്ക് ബാക്കി, അല്ലേ? ഓക്കെ, ആരൊക്കെയാ? വാ, മുതലാളിമാർ 2 പേരും ഞാനിവിടെ നിൽക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ വാഹനം. റെഡി 1 2 അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മെർസഡസ് ബെൻസ് GL 35 AMG ആണ്. അപ്പോൾ AMG ഒരെണ്ണം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 306 BHP പവറുള്ള ഒരു കിടിലൻ സംഭവമാണ്. പക്ഷേ സത്യത്തിൽ ഞാനിത് അങ്ങനെ ഓടിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിത് സഫാരി കാഴ്സിൽ നിന്നും അൻഫീൽഡിൽ നിന്ന് ഏറ്റുവാങ്ങിയതിന് ശേഷം ഒരു 2-3 യാത്രകളായിരുന്നു. അതിനുശേഷം ഇവരെടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. അപ്പോൾ ഇനി വേണം എനിക്കൊന്ന് ചവിട്ടി പൊളിക്കാനെന്ന് പറയാൻ പാടില്ല, അല്ലേ? പേടിയൊക്കെ അതുകൊണ്ട് ചവിട്ടി പൊളിക്കുന്നില്ല. ഇനി ഒന്ന് ഓടിച്ച് നോക്കേണ്ട ഇനിയിപ്പോൾ ഇതിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക്, ഈ പറഞ്ഞ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ബ്ലാക്കിൽ എന്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് വളരെ ഒരു പെർഫെക്റ്റ് ഒരു കണ്ടീഷനിൽ തന്നെ ഉള്ള ഒരു വാഹനമാണ്. കാരണം അധികമൊന്നും ഓടിയിട്ടില്ല. ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ്, പുതിയ വാങ്ങിച്ചല്ല, സെക്കൻഡ് ഹാൻഡാണ്. പക്ഷേ അധികം ഓടാത്ത, അധികം പഴക്കമില്ലാത്ത ഒരു വാഹനമാണ്. അപ്പോൾ ഇനി ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നിങ്ങളിതിൽ ചെയ്തത്. നമ്മളിതിൽ ആക്ച്വലി ഇതിൽ 8 year വാറണ്ടിയുള്ള PPF ആണ് ചെയ്തിരിക്കുന്നത്. 8 year വാറണ്ടി. അത് കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കുമോ? ഇല്ല, അതല്ല. 220 മൈക്രോൺസ് തിക്നെസ് വരുന്ന നമുക്ക് അത്യാവശ്യം 8 എന്നല്ല പറഞ്ഞാലും നമുക്ക് അതിൽ കൂടുതലൊക്കെ ഒരു ലൈഫ് കിട്ടും. മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ച് അതിനനുസരിച്ച് കുറച്ചും കൂടി നമുക്ക് ലൈഫും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലൈഫ് ടൈം വാറണ്ടി വരുന്ന വിൻഡോ ഫിലിമാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ വിൻഡോ ഫിലിം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളുടെ നിയമപ്രകാരം അനുസരിക്കുന്നതിൽ കുറേ താഴെയായിരുന്നു. അതുപോലെ തന്നെ ഹീറ്റ് റിജക്ഷൻ വളരെ കുറവായിരുന്നു. ഏകദേശം ഒരു IR റിജക്ഷൻ തന്നെ പറയുന്നത് ഒരു 70 ഒക്കെ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവും. അപ്പം നമ്മൾ 99% IR റിജക്ഷൻ ഉള്ള ഫിലിമാണ് ഒട്ടിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവും. ശരി. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഏൽപ്പിക്കുമ്പോൾ കാര്യം കാഴ്ചകൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്തെങ്കിലും സ്ക്രാച്ചുകളോ അതൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ മൈനർ സ്ക്രാച്ചുകളും സിൽവർ മാർക്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് പോളിഷ് ചെയ്തിട്ടാണ്, അതായത് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന നല്ല രീതിയിൽ പെയിന്റ് കറക്ഷൻ എല്ലാം ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഫുള്ളി സീൽ ചെയ്യുന്നത്. ആ ഒരു ഫിലിം വെച്ചിട്ട് ഫുള്ളി സീൽ ചെയ്യും. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ്ലി നല്ലൊരു കണ്ടീഷനിലാക്കും. അതുകൊണ്ടാണ് അത്രയും തിളക്കവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി PPF ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും ആ ബ്ലാക്ക്നെസ്. ഇതും അങ്ങനെ PPF ഇത് കോട്ടിംഗ് ആണ്, കോട്ടിംഗ്. ഇതിലും അങ്ങനെ എന്തോ ഒരു കോട്ടിംഗ് ഇല്ലായിരുന്നോ? നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എല്ലാ ഇയേഴ്സിലും നമ്മൾ ഇത് ചെയ്യും, ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വിളിക്കും. അതിനുശേഷം നമ്മൾ ഇതിന്റെ PPFന്റെ മേളിൽ നാനോ ഡയമണ്ടിന്റെ കോട്ടിംഗ് ഉണ്ട്. PPFൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന കോട്ടിംഗ് ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഒരു ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു മങ്ങൽ അല്ലെങ്കിൽ വേറെ ഫേഡിങ്, നമ്മുടെ എൻവയോൺമെന്റൽ ഇതുകൊണ്ട് കുറേ ഫേഡിങ്ങും ഓക്സിഡേഷനും സംഭവിക്കുന്ന ഏറ്റവും ടോപ്പ് കോട്ടിലായിരിക്കും. അപ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ കുറേ കൂടി നമുക്ക് നല്ല രീതിയിൽ ലൈഫും കാര്യങ്ങളും കിട്ടും. അല്ല, ഞാൻ ചോദിച്ചു ഈ വണ്ടിയിൽ എന്തോ ഒരു കോട്ടിംഗ് ഇല്ലായിരുന്നോ?
ഇതിൽ എന്തോ ഇതിന്റെ സൈഡിലൊരു വേറൊരു ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അല്ലേ? അത് ചിലപ്പോൾ പോളിഷിങ്ങിന് ചെയ്തതിന്റെ ആയിരിക്കാം. കോട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ശരി. അതുപോലെ നമ്മൾ ഇന്റീരിയർ എന്തെങ്കിലും ചെയ്തോ? ഇന്റീരിയർ നമ്മൾ ഷാമ്പു വാഷും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്റീരിയർ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല, നീറ്റ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഐ മീൻ അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് യൂസ് ചെയ്ത കസ്റ്റമർ തന്നെയായിരുന്നു. അതെ അതെ, കാര്യമായി വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളുടെ വണ്ടിയായിരുന്നു. അതെ, അപ്പൊ നമുക്കൊന്ന് ചുറ്റും കാണാം അല്ലേ? ഇവരുടെ കാര്യത്തിൽ നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് PPFന്റെ ഫിലിം കട്ട് ചെയ്യുന്ന ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട്. അല്ല, എന്തായാലും പേര് പറയുന്നത് അതിന് പ്ലോട്ടർ എന്ന് പറയും. പ്ലോട്ടർ അതായത് നമ്മൾ ഓരോ പാനലിനനുസരിച്ച് നമുക്ക് അതേ സൈസിൽ നമുക്ക് കട്ട് ചെയ്ത ഒരു പ്രീ കട്ടിങ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് പ്രീ കട്ടഡായിട്ട് ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിലുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ PPF കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മാനുവൽ കട്ടിങ്ങിന്റെ ആവശ്യം വളരെ കുറവാണ്. അപ്പൊ ഈ ഇതുപോലുള്ള എഡ്ജസ് എല്ലാം നമുക്ക് അതെ പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റും. ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ഓർമ്മ പറഞ്ഞു, നമ്മുടെ BMW C4 റാപ്പ് ചെയ്യാണ് ചെയ്തത്. റാപ്പ് അത് റെഡ് ആയിരുന്നു, ഒരു മങ്ങിയ റെഡ് ആയിരുന്നത് ബ്രൈറ്റ് റെഡാക്കി. ഇപ്പോഴും ഞാൻ ഈയിടെ കൂടെ ഇവരോട് പറഞ്ഞു, ഒരു ഡീറ്റെയിൽ സെന്റർ നടത്തുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് ഞാനത് റാപ്പാന്ന് പറഞ്ഞ പുള്ളി ആണെന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാനത് പിന്നെ ഞാനത് ബോണറ്റ് തുറന്നിട്ട് കാണിച്ചപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. അത്രയും ഗംഭീരമായിട്ട് അന്ന് ചെയ്തത്. അന്ന് പക്ഷേ ഈ പ്ലോട്ടറൊന്നും ഇല്ലാത്ത കാലത്താണ് ചെയ്തത് അല്ലേ? ഇപ്പൊ പക്ഷെ അതെല്ലാം പെർഫെക്റ്റ് ആയി. ഒരു സ്ഥലത്തും ഇത് ഇവിടെയൊക്കെ നമുക്ക് PPF ഒട്ടിച്ചിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല. നമ്മള് ഒരു PPFന്റെ അത് ഇപ്പൊ ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നല്ലൊരു ഡോക്ടറും കൂടി വേണം. അതിനൊരു എക്സ്പെർട്ടീസ് ജോബാണ് ആക്ച്വലി ഈ PPF എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സ്റ്റീൽ എലമെന്റ്സും അതൊക്കെ എന്താ? അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. അതായത് ഇതിലെല്ലാം ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ സ്പെഷ്യലി ആയിട്ട് ഇതിനായിട്ട് വരുന്ന കോമ്പൗണ്ട്സ് ഉണ്ട്. അത് വെച്ച് നമ്മളൊന്ന് സാൻഡ് ചെയ്ത് അതിലെ ഓക്സിഡേഷൻ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ ഒരു ന്യൂ ലുക്കിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് അതിന്റെ ഒരു ഷൈനിങ് കാര്യങ്ങൾ. അതുമല്ലാതെ PPF ചെയ്യാത്ത ഏരിയകളുണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക് പാർട്സ്, ഗ്രില്ല്, അങ്ങനെയുള്ള ഏരിയയിലെല്ലാം നമ്മൾ നാനോ ഡയമണ്ട് കോട്ടിങ്ങും ചെയ്യും. ഇതോ അലോയ് വീലിന്റെ കാര്യത്തിലോ? അലോയ് വീലിലും നമ്മൾ നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അലോയ് നല്ല ഭംഗിയല്ലേ? ആ ഒരു ആഷ് കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതും അങ്ങനെ ചെയ്തതാണ്. അതെ. പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമുക്ക് പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഈ PPF ചെയ്ത പല വണ്ടികളിലും ഈ പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇതൊരു തരി അറിയില്ല ഇവിടെ എവിടെയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് ആക്ച്വലി റിമൂവ് ചെയ്തിട്ടാണ്, ഹാൻഡിലെല്ലാം റിമൂവ് ചെയ്യും. ഈ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാതെ ഇപ്പൊ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന പണികളാണ്. അപ്പൊ ഇത് റിമൂവ് ചെയ്യാനായിട്ട് അവർക്ക് വേറെ കോസ്റ്റ് കൊടുക്കണം. ഒരു തേർഡ് പാർട്ടിനെ ഹയർ ചെയ്തിട്ട് വേണം ഇത് മിറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യണം. അപ്പൊ അതൊരു എക്സ്ട്രാ പേയ്മെന്റ് അവർക്ക്. അപ്പൊ അതിന് വേണ്ടി അത് പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്യും, എന്നിട്ട് എക്സ്ട്രാ പീസ് ഇടും. നമ്മൾ ഈ റേറ്റ് കുറഞ്ഞതിൽ പോകുമ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ റേറ്റ് ആണെങ്കിൽ ആ റേറ്റിനനുസരിച്ചുള്ളൊരു സംഭവങ്ങൾ അവർക്ക് അവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന 8 years വാറന്റി ഉള്ള ഈ ഒരു PPFന് എന്താണ് ഇവിടുത്തെ ഒരു റേറ്റ്? നമുക്ക് ഏകദേശം ഒരു 1 lakh ആ റേഞ്ച് വരും. അപ്പൊ 8 years തിരിഞ്ഞു നോക്കണ്ട. 8 years തിരിഞ്ഞു നോക്കണ്ട. നമുക്ക് റെഗുലർലി ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് PPF എന്ത് ചെയ്താലും നമുക്ക് അതിനൊരു റെഗുലർലി കറക്റ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് നമ്മൾ ഇത് എത്ര കാലം ഞാൻ തിരിച്ചു കൊണ്ടുവരേണ്ടത്? ഒരു 1.5 years ആ സമയത്ത്. അപ്പൊ നമ്മുടെ C4 തിരിച്ചു കൊണ്ടുവരുന്ന സമയമായി അല്ലേ? C4 നമ്മൾ മറ്റേ ഇതും കോമറ്റ് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുക സിറ്റിക്കകത്ത്. അതെ, ബാക്കിലേക്ക് വരുമ്പോഴും എല്ലാം വളരെ പെർഫെക്റ്റ് കട്ടാണ്. ബൂട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കാം. നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി നോക്കല്ലോ കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് സിങ്കാണ്. അത്യാവശ്യം പെർഫെക്റ്റ്ലി ആ ഒരു ഈവൻലി കട്ടഡ് ആയിരിക്കും. അതും അതിലും ഭംഗിയായിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ടോന്ന് കണ്ടുപിടിക്കാൻ. അതെ ഇവിടെ കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിയാട്ടോ, വളരെ പെർഫെക്റ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആക്കി തരുമ്പോൾ ഇനി ഇത് സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്നതാണ് എന്നെപ്പോലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റീരിയർ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെൻസിൻ്റെ ഇന്റീരിയറിൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്തു. പിന്നെ ഇത്തരം ഈ ഒരു ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇതും ഷാംപൂ വാഷ് ആണ് ചെയ്യാൻ പറ്റുക. ആക്ച്വലി ഇത് ഒരു മെറ്റൽ പാർട്ടാണ്. നമ്മളിത് കുറച്ച് സെൻസിറ്റീവ് ആണ്. പിന്നെ വേറെ ഒരുപാട് കെമിക്കലൊക്കെ എന്തെങ്കിലുമല്ലേ ഒരു പാട് പോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ പെർഫ്യൂംസ് ഒന്നും വീണാൽ തന്നെ ഇത് ചിലപ്പോൾ കുറച്ച് ആ ഒരു റൗണ്ട് മാർക്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിലും കുറേ സ്റ്റീൽ ഫിനിഷ് ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. അതെല്ലാം ഗംഭീരമായിട്ടോ. താങ്ക് യു. അത് രസമായിട്ടുണ്ടെല്ലാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഈ എന്താണ് PPFനെ പറ്റി ചോദിക്കാം. അപ്പം നമ്മൾ മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്നവരൊക്കെ ഏത് തരത്തിൽ സൂക്ഷിക്കണം എന്നും കൂടി ഒന്ന് പറയാം അല്ലേ?
അപ്പം നമ്മൾ ഒരിക്കൽ ഇവിടുത്തെ വീഡിയോ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. ഇതിൻ്റെ ബാക്കിൽ വമ്പൻ സെറ്റപ്പിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായി ചെറിയ വണ്ടികളിൽ PPF ചെയ്യണ്ട. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? തീരെ ചെറിയ വണ്ടികൾ അത്രയും എമൗണ്ട് ഇപ്പോൾ ഞാൻ പറയില്ലേ, ഒരു 15 lakhs അല്ലെങ്കിൽ ഒരു 10 lakhsനൊക്കെ എടുക്കുന്ന വണ്ടിക്ക് എഗെയിൻ ഒരു 70,000-60,000 rupees കൂടി മുടക്കാന്ന് പറയുന്നത്. അല്ല, പക്ഷെ അവരത് ദീർഘകാലം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവര് ഇങ്ങനെയും ചിന്തിക്കാം, വേണമെങ്കിൽ ആ ഒരു സൈഡ് പെയിന്റ് പോയാൽ വേണമെങ്കിൽ റീപെയിന്റ് ചെയ്യാൻ ഇത്രയും കാശ് വരുന്നില്ല എന്നൊരു പ്രാവശ്യം ഫുൾ പെയിന്റ് ചെയ്യണമെങ്കിൽ അത്രയും കാശ് വരുന്നത്. പക്ഷെ ആ ഒറിജിനൽ പെയിന്റ് സൂക്ഷിക്കുക എന്നുള്ളതും പിന്നെ ആ വണ്ടിയോടുള്ള ഇഷ്ടം അത്രയ്ക്ക് ഞാനതും പറയും. പക്ഷെ നമ്മളങ്ങനെ അവരെ ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പം ചെറിയ വണ്ടികളാണെങ്കിൽ തീരെ ചെറിയ, നമ്മൾ ഈ പറഞ്ഞ 10 ലക്ഷം രൂപയുടെ വണ്ടികളാണെങ്കിൽ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് കോട്ടിംഗ് ചെയ്താൽ മതിയോ? എന്തെങ്കിലും ഒരു നാനോ ഡയമണ്ട് കോട്ടിങ്ങോ അല്ലെങ്കിൽ ഗ്രഫൈൻ കോട്ടിങ്ങോ ബൊറോഫിൻ കോട്ടിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോട്ടിങ് ചെയ്ത് നമുക്ക് ആ ഓക്സിഡേഷൻ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും എപ്പോഴും ഒരു ഷൈനിങ്ങും മെയിൻ്റനൻസ് എളുപ്പമാക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു പർപ്പസ് അത് മതി. സ്ക്രാച്ച് പ്രൂഫ് അല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ സ്ക്രാച്ച് റെസിസ്റ്റന്റ് പവറും ഈ പറഞ്ഞ കോട്ടിങ്ങും കാര്യങ്ങൾക്കും എല്ലാം. അപ്പൊ അത് ഇപ്പൊ മാക്സിമം ഏറ്റവും നല്ലൊരു കോട്ടിങ് നമുക്കൊരു ചെറിയ വണ്ടിയിൽ എത്ര രൂപ വരെയൊക്കെ വരും? നമുക്കൊരു 26-25 ആ റേഞ്ചിലുള്ള എമൗണ്ടിനുള്ളതൊക്കെ മതിയാവും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് തന്നെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, എങ്ങനെ ഹൗ ടു സെലക്ട് ഫിലിം എന്നുള്ള കാര്യം. ഇപ്പം ഇതിലെന്താണ് ചെയ്തിരിക്കുന്നത്? ഇതിൽ നമുക്ക് റിസോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏറ്റവും ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്ന ഒരു ഫിലിമാണ് വിൻഡോ ഫിലിം. ഞാൻ ഇതിന്റെ IR കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മള് ഇപ്പോഴത്തെ ഫിലിംസ് നാനോസെറാമിക് ഫിലിംസ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ഇതിൽ തന്നെ നാനോസെറാമിക് ഫിലിം തന്നെ പല ടൈപ്പും ഫിലിംസ് ഉണ്ട്. അതായത് ഇന്ത്യം ടിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ് ഈ ഹീറ്റിനെ അകത്തേക്ക് കിടത്തി വിടാതെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു മെറ്റീരിയൽ അതാണ്. പക്ഷെ ആ മെറ്റീരിയലും ഉണ്ട്. പിന്നെ ആന്റോണിക്സ് ടിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞ 2 മെറ്റീരിയൽസ് ആണ് ആക്ച്വലി ഉള്ളത്. അതിൽ നമ്മുടെ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ടിൻ ഓക്സൈഡ് ആണ്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ കണ്ടക്ടിവിറ്റി ആണ്. അതായത് ഒരു സ്ഥലത്തേക്ക് മാത്രം, ഇപ്പൊ ഇവിടെ മാത്രമാണ് സൂര്യപ്രകാശം അടിക്കുന്നത് വെച്ചാൽ ഈ സൂര്യപ്രകാശത്തിന്റെ ഈ ഊർജ്ജത്തെ നമുക്ക് എല്ലായിടത്തേക്കും ഈവൻലി സ്പ്രെഡ് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫിലിംസ് ആണ് നമ്മുടെ ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടോട്ടൽ സൺ ഫിലിം മൊത്തത്തിൽ ആ ഒരു എനർജിയെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് അധികം വരില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു സർട്ടൺ എനർജിയെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അതായത് വരുന്ന സോളാർ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം 3 ടൈപ്പാണ് വരുന്നത്. UV വരും, വിസിബിൾ ലൈറ്റ് വരും, അതിൽ IR റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റും വരും. ഈ ഹീറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. 53% ഒരു സോളാർ എനർജിയിൽ 53% ഈ ഹീറ്റാണ് വരുന്നത്. ആ ഹീറ്റിനെ എത്രത്തോളം അകത്തേക്ക് കടത്തി വിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ പറയുന്നു, എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഫുൾ ഡാർക്കായിട്ടുള്ള ഒരു ഫിലിം ഒട്ടിച്ചാൽ അകത്ത് പിന്നെ ഈ ചൂട് വരില്ല എന്നൊക്കെയാണ്. പക്ഷേ അതിലൊരു കാര്യമില്ല. കാരണം UV റിജക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആ റൈസിനെ തിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഫിലിം ഒട്ടിക്കുന്നത് നിയമപരമായിട്ടും ശരിയല്ല, അല്ലാതെയും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ല. അപ്പം ഈ UVയുടെ കാര്യത്തിൽ നമ്മൾ അന്ന് പറഞ്ഞത് എന്തായാലും നമ്മൾ എത്ര % UV റിജക്ഷൻ എന്നൊക്കെ നമ്മൾ അന്ന് പറയുന്നില്ല. നമുക്ക് വിസിബിലിറ്റി വരുന്നത് സൈഡിൽ നമുക്ക് വരുന്ന 50% വിസിബിലിറ്റി ഉള്ള ഫിലിം ലീഗലി ഫ്രണ്ട് സൈഡ് നമുക്ക് 70%. അപ്പൊ അതിൽ ഈ UV റിജക്ഷൻ എന്ന് പറയുന്നത് എത്ര %? അത് 99% UV കട്ട് ചെയ്യും. UV ഓൾമോസ്റ്റ് ഈ പറഞ്ഞ 10 രൂപയുടെ സ്ക്വയർ ഫീറ്റിന് 10 രൂപ കിട്ടുന്ന ഫിലിം പോലും ഈ പറഞ്ഞ UV 100%. പക്ഷെ അതില് ഹീറ്റ് ചൂടാണ് നമുക്ക് അതിലൊരു വാല്യൂ ഒരു വിഷയമായിട്ട് വരുന്നത്. അതിൽ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ആ IR കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഹൈ എൻഡ് ഫിലിംസിലാണ് കൂടുതലും കട്ട് ചെയ്യുന്നത്. നമ്മുടെ 99% ഹീറ്റ് കട്ട് ചെയ്യുന്ന ഫിലിംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചൂട് വരാതിരിക്കൽ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ കൂടും. അത് AC ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇന്ധനം ചിലവാകുന്നതൊക്കെ കുറയും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മളപ്പോൾ ചെറിയൊരു പൈസ ലാഭിച്ച് വളരെ വില കുറഞ്ഞ ഫിലിം ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രയോജനം കിട്ടില്ല എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇതിലൊട്ടിച്ചപ്പോഴാണ്, നമ്മുടെ കോമറ്റിൽ ഒട്ടിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. റേഞ്ചിൽ ഒരു ഞാൻ കണക്കിൽ ശരിക്കും പറയുന്നത് ഒരു മൈലേജിൽ ഒരു 4-5% മൈലേജും മറ്റേ EVക്ക് ആണെങ്കിൽ റേഞ്ചിലും ഈ പറഞ്ഞ ഒരു 5% വരെ ഈ റേഞ്ചിലും വ്യത്യാസം ഉണ്ടാവും. ശരിക്കും സ്റ്റഡി ചെയ്യുന്നത് നല്ലൊരു ഫിലിം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഈ ഫിലിമുകൾ ഏതൊക്കെയാണ്? നമ്മൾ റിസോ ചെയ്യാറുണ്ട്, നമ്മൾ 3Mന്റെ CR70 കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിലിമിന് എത്ര രൂപയാവും സാധാരണ ഇതിൽ? നമുക്ക് ആവറേജ് ഒരു 20-25 ആ റേഞ്ചിൽ വരുന്ന ഫിലിംസ് ആണ്.
നമ്മൾ കോമന്റ് ചെയ്ത ഏത് ഫിലിമായിരുന്നു? അതും ലൈഫ് ടൈം വാറന്റി ഉള്ള ഈ ഒരു റേഞ്ചിൽ വരുന്ന ഫിലിം തന്നെയായിരുന്നു. അത് ശരിക്കും വിസിബിൾ ആയിരുന്നു, എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതിലത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ നമുക്ക് ഭയങ്കര ഫുൾ AC ഇട്ട് മാത്രമേ കോമന്റ് അത് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അത് നമ്മൾ നല്ലൊരു വിൻഡോ ഫിലിം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ AC കൺട്രോൾ ചെയ്യാന്നുള്ളത്, നമ്മുടെ ക്യാബിനിലെ ഒരു ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇപ്പം നമ്മൾ ഒരു 23 ഇട്ട് കഴിഞ്ഞാൽ 23 തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതല്ലാതെ ചൂടകത്തേക്ക് വരുമായിരിക്കും, പക്ഷെ അതും ഇതും കൂടി മാച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ് ആവശ്യം. മെയിൻ ആവശ്യം അതാണ്. ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടിട്ട് കയറുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും ഉറപ്പായിട്ടും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് വരെ ചൂടായി അകത്തേക്ക് ചൂട് കൊണ്ടുവരും. അപ്പൊ ഇതും അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ വിൻഡോ ഫിലിം, നല്ലൊരു വിൻഡോ ഫിലിം ചെയ്യുന്നത് വെച്ചാൽ AC ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് വേണം ചെയ്തതെന്നും പറഞ്ഞ് കൊടുത്താണ്. ഇവർ കൃത്യമായി ഭംഗിയാണ് ചെയ്തതെന്ന് എനിക്കറിയായിരുന്നു. ഇനി മറ്റൊരു കാര്യം ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യകാലത്ത് ഇവരുടെ വീഡിയോ ചെയ്തത് ഇവരുടെ ആദ്യത്തെ ഒരു സെറ്റപ്പിലായിരുന്നു. അത് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? മാവേലിപുരത്ത്. അവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ എല്ലാവിധ സാധനങ്ങളും വിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം വീട്ടിൽ നിങ്ങൾ സാധാരണ ഒരു ഇൻഡിവിജ്വൽ വീട്ടിൽ വെച്ച് നിങ്ങളൊരു വാഹനം കഴുകണമെന്നുള്ള ഷാമ്പൂ തൊട്ട് നിങ്ങൾ ഡീറ്റെയിലിംഗ് സെൻറ്റർ നടത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വരെയുള്ള വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വാഹനം അവിടെ കൊണ്ടാണ് കൊടുത്തതെന്ന് ഇവരുടെ കയ്യിൽ. എന്നിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നോ അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് നമുക്ക് വാഹനം എടുത്തുകൊണ്ട് പോകാം അല്ലേ. അപ്പോൾ റോഷോയിൽ വരുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. കാരണം സ്ഥിരോത്സാഹികളായ 2 ചെറുപ്പക്കാർ നമ്മൾ കാണുമ്പോൾ ഒരു ഇത്രയൊന്നും വളർന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം കാര്യമായ രീതിയിൽ വളർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് സെൻറ്റർ സ്ഥാപിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ എളിമയാണ് കേട്ടോ. കണ്ടോ? നമസ്കാരം ചെയ്തിൽ വാ. ഇതാണ് രണ്ടാമത്തെ മുതലാളി. പിന്നെ ഇവിടെ മുതലാളിക്ക് അതേ തത്തുല്യമായ പരിഗണന കൊടുക്കുന്ന ഒരു കക്ഷി കിടപ്പുണ്ട്. ഇതാണ് റോഷോ അല്ലടാ. അപ്പോൾ പുതിയ പരിപാടി അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഡീറ്റെയിലിങ്ങിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ്. എന്നാൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഇത് എത്രയല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട്? 3 മാസത്തോളമായി. 3 മാസം. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള പ്രൊഡക്ട്സ് ആണോ അതോ? ഇല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25 ബ്രാൻഡ്സ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 25 ബ്രാൻഡും ഏകദേശം ഒരു അതിനനുസരിച്ച് ഒരു 1000 പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രം ദിസ് ടു ദാറ്റ് എന്ന് പറയാൻ എന്തൊക്കെയുണ്ട്? ഒരു കാർ വാഷ് തൊട്ട് ഡീറ്റെയിലിംഗ്, അത് ഏറ്റവും മോസ്റ്റ് ഡീറ്റെയിലിംഗ് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ അവൈലബിൾ ആണ്. ശരി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെ കണ്ടൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കുറവ് നമ്മൾ നികത്തി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇൻഡിവിജ്വൽസിനും വന്ന് കാർ വാഷ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, അതുപോലെ ഡീറ്റെയിലിംഗ് സെന്റേഴ്സിന് വാങ്ങിക്കാം അല്ലേ? അതെ. പക്ഷേ ഇത് ആക്സസറിയുടെ രീതി അല്ലല്ലോ, ഇവിടെ പെർഫ്യൂം അങ്ങനെയൊക്കെ ഉണ്ടോ? പെർഫ്യൂം ഉണ്ട്, അതല്ലാതെ ഉള്ള ആക്സസറീസ് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനുള്ള എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ അങ്ങനത്തെ ഉള്ള പ്രൊഡക്ട്സ് ആണ്. നമ്മൾ കെമിക്കൽസ്, ബ്രഷുകള്, മെഷീൻസ്, അങ്ങനെയുള്ളതൊക്കെയാണ്. അതെ, പോളിഷ് ചെയ്യാനായിട്ടുള്ള മെഷീൻസ്, അല്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ എന്റെ വണ്ടി ഇതൊക്കെ വാങ്ങിച്ച് സ്വയം അങ്ങ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതിനായിട്ട് നമ്മൾ മറ്റേ കച്ചവടം പോകല്ലോ. അതല്ല, അത് കുറെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു 10 പേര് 2 പേര് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്യണം അത്. പക്ഷെ അതിനൊരു എക്സ്പെർട്ടൈസ് വേണ്ടേ? ഈ ഡീറ്റെയിൽ നമ്മൾ അങ്ങനെയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അത്രയും വർഷത്തെ പരിചയമൊക്കെ ഉള്ളവരാണ് സാധാരണ. ഉണ്ട്. ഇപ്പൊ അവരുടെ വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവരത് വേറെ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ വേണം. പിന്നെ അപ്പൊ അതിനനുസരിച്ചുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കും. അവർക്ക് അവരൊരു ഇഷ്ടമാണല്ലോ, ഇഷ്ടത്തിന് പുറത്ത് ഒരുപാട് പേര് വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് കുറെ പേര് തന്നെ അത്യാവശ്യം പ്രൊഡക്ട്സുകളൊക്കെ മേടിച്ച് അവർ തന്നെ വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് നമ്മുടെ നാനോ ഡയമണ്ട് കോട്ടിങ്, അതായത് നമ്മൾ ചെയ്യുന്ന കോട്ടിങ്സ് ആണ്. അപ്പൊ അതെല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ട്. എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ വന്ന് തന്നെ മേടിക്കാം. 4000 അല്ല, ഇത് ഏകദേശം 4000 വരുന്നതാണ്. അപ്പൊ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ? മൈക്രോവേവ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം വാഷ് ചെയ്യുമ്പോഴായാലും തുടയ്ക്കുമ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം എന്താണ് ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? GSM ആണ് അതിലൊരു ഇത് വരുന്നത്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? ഡ്രൈ ചെയ്യാനാണെങ്കിൽ ഡ്രൈയിങ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഷിങ്ങിനാണെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് അത്യാവശ്യം GSM കൂടി ഒരു 400 GSM ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ മിറ്റ്, ഇതുപോലെ തന്നെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. നമുക്ക് ഓരോന്നും ഓരോ രീതിയിൽ ഉപയോഗിക്കണം. ഇതെല്ലാം ഡ്രൈയിങ് ക്ലോത്തുകളാണ്. ഏകദേശം 1400 GSM വരുന്ന ക്ലോത്തുകളൊക്കെയാണ്. എന്താണ് ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നത്? ഇത് പോളിഷിംഗ് മെഷീൻസ് ആണ്. ഒരു 5ഓളം ബ്രാൻഡുകൾ നമ്മളിവിടെ മെഷീൻസ് ഉണ്ട്.
റൂപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ മാക്ഷൈൻ, റാബിയോ, വൈബ്രിസ്, അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകളുടെ മെഷീൻസ് അവൈലബിൾ ആണ്. ഇപ്പം മെഷീൻസ് ആണ് പോളിഷിംഗിൽ ഏറ്റവും ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനൊക്കെ വാറണ്ടി ഒക്കെ ഉണ്ടോ? അതെ, വാറണ്ടി, എല്ലാത്തിനും വാറണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് മെൻസർന എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. റൂപ്പസ് ആണ്, മെയ്ഡ് ഇൻ ഇറ്റലി. ആക്ച്വലി ഇത് കോച്ച് കെമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ജർമ്മൻ ബ്രാൻഡാണ്. വാക്സ് അത് പോളിഷിംഗ് കോമ്പൗണ്ട്സ്, കാര്യങ്ങള്, ഇന്റീരിയർ ക്ലീനിങ്, ഡിഗ്രീസിങ്, ഇതൊരു വാക്സിംഗ് പർപ്പസ് ആണ്. ഇത് മെയ്ഡ് ഇൻ ഇറ്റലി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ ഡീറ്റെയിലിംഗ് സെന്റേഴ്സിനുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടത്, എക്സെപ്റ്റ് തുണി. ബാക്കി നമ്മളിപ്പോ അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഇപ്പൊ വാഹനം കഴുകാൻ വേണ്ടി വരുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾ എന്താ ഇവിടെ വാങ്ങിക്കാൻ? നമുക്ക് ഷാംപൂസ് ഉണ്ട്, അതുപോലെ തന്നെ അലോയി ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബ്രഷുകൾ, അല്ലെങ്കിൽ അതിനുള്ള ടൂൾസ്, ബ്രഷുകളും അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ തന്നെ ഇതൊരു വി ഫ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അലുമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി കണ്ടിട്ടുണ്ടാവും. അതായത് അണ്ടർബോഡി ഒക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ബ്രസീലിയൻ കമ്പനിയാണ്. ഇവരുടെ ഷാംപൂ ഭയങ്കര ഒരു ഫേമസ് ഷാംപൂ ആണ്. അതിൽ തന്നെ കാഗോടെ നമ്മുടെ തന്നെ ഷാംപൂ ഉണ്ട്, അത് അത്യാവശ്യം പോകുന്നതാണ്. ഇതെല്ലാം കൂടി ഈ നമ്മളൊരു സാധാരണക്കാരൻ ഒരു വാഹനം ഫുൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം, ഏകദേശം എത്ര രൂപയുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ സംഭവം? നമുക്കൊരു ആവറേജ് ഒരു 3000 ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വീട്ടിലിട്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യാം. അലോയ് വീല്, ഷാംപൂ, ഇന്റീരിയർ ക്ലീനിങ്, അങ്ങനെയുള്ള എല്ലാം വീട്ടിൽ തന്നെ ചെയ്തു പറ്റും. അപ്പൊ ഇനി നമ്മുടെ വണ്ടി ഒന്ന് കാണാം. നമ്മുടെ വണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്ക്. നമുക്കൊരു ഈ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു PPF നല്ല എഫക്റ്റ് ആയിരിക്കും. നമ്മള് വൈച്ചന് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉള്ള ആളാണ്, അതന്നെ ബ്ലാക്ക് ആണ് കാറ്. അപ്പൊ നമുക്ക് എന്തായാലും PPF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. നല്ലൊരു ഗ്ലോയും നമുക്ക് വണ്ടിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഞാനിപ്പോ ഇവിടെ ബാക്കില് വളരെ ചെറിയ 1-2 സ്ക്രാച്ചുകൾ കണ്ടു. അത് ഒക്കെ ഒന്ന് നമ്മൾ അതെല്ലാം കളഞ്ഞായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് ഈ ഇവിടെയൊക്കെ ഉണ്ട്. പോളിഷ് ചെയ്യും നമ്മൾ പോളിഷ് ചെയ്തിട്ട് ആണ് നമ്മൾ, അതായത് പെയിന്റ് കറക്ഷൻ ഫുള്ള് എന്തെങ്കിലും ഇങ്ങനത്തെ മൈനർ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഫുള്ളി പോളിഷ് ചെയ്ത് 3 സ്റ്റെപ്പ് പോളിഷ് ചെയ്ത് നമ്മൾ PPF അപ്ലൈ ചെയ്യും. പിന്നെ എന്തെങ്കിലും നമ്മൾ ഇന്റീരിയർ ചെയ്യണോ? ഇന്റീരിയർ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ക്ലീനിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ഷാംപൂ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്റീരിയർ നമ്മൾ ഫുൾ ബ്ലാക്ക് തന്നെ നോക്കി വാങ്ങിച്ചതാണ്. നല്ല മെയിൻറ്റൈൻഡ് വണ്ടിയാണ് ഇപ്പം ഇതുവരെ. ഇനിയിപ്പോൾ എൻ്റെ കൈ കിട്ടിയിട്ടുള്ള അവസ്ഥ പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് എല്ലാം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ എപ്പോഴും വൃത്തിയാക്കുന്ന ഒരാളൊന്നും അല്ല. പൊതുവേ സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് നല്ലൊരു ടിൻറ്റും ചെയ്യാം, വിൻഡോ ഫിലിം. അത്യാവശ്യം നല്ലൊരു IR റിജക്ഷൻ വരുന്ന വിൻഡോ ഫിലിമും ചെയ്യാം. നമുക്ക് PPF നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിപ്പോ ഈ ഒരു കാലഘട്ടം ഇനിയിപ്പം ഒരു 4-5 മാസത്തേക്ക് നല്ലൊരു വെയിലാണ്. അത് കഴിഞ്ഞാൽ മഴ ഉടനെ വരും. അതെ. അപ്പം എന്നാ അതിന് വരണ്ട എടുക്കാൻ? നമുക്കൊരു 4 ദിവസം. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇത് കണ്ടുവച്ചോ. ഇതിന് ശേഷം എന്ത് മാറ്റമാണ് ഇതിൽ സംഭവിക്കുക? എന്നാൽ ഇവരുടെ ഒരു മാജിക് ഒരു കരസ്പർശം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും വമ്പൻ ഒരു സെറ്റപ്പിലേക്കാണ് ഇവനെ കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ ഈ പഴയ സ്ഥലം വന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കാണാൻ വേണ്ടി. അവിടെ എങ്ങനെ നന്നായിട്ടൊക്കെ പോകുന്നു? അതെ, നന്നായിട്ട് പോകുന്നു. അതുമതി. അപ്പോൾ എന്തായാലും നമുക്ക് വാഹനം ഏൽപ്പിച്ചിട്ട് പോവാണ്. പണ്ട് നമ്മൾ BMW C4 ഏൽപ്പിച്ചിട്ട് പോയപോലെ കുഞ്ഞിനെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇത് കുഞ്ഞല്ല കേട്ടോ, ഇവന് 306 PS, മറ്റേ 301. ഇത് ഭയങ്കര രസം ഓടിക്കാൻ. ഒരു രക്ഷയില്ല, അൾട്ടിമേറ്റ് ഒരു പെർഫോമൻസ് ആണ്. അങ്ങനെയില്ല, നമ്മളൊരു GLA വീണ്ടും അന്നൊരു GLA പറ്റപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ GLA നോക്കിയപ്പോൾ പിന്നെ വിചാരിച്ചെന്ന് AMG ആയിക്കോട്ടെ, അപ്പം കുറച്ച് പെർഫോമൻസ് ഇരിക്കട്ടെ. എനിക്കങ്ങനെ വലിയ ഓട്ടോ ഒന്നും അല്ല, അധികം ടൗണിലോടെ നമുക്ക് പോകാൻ പറ്റുമല്ലോ, നിങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കിയല്ലോ. പക്ഷെ ഭയങ്കര രസമാണ് ഓടിയാൻ, ഭയങ്കര രസം, രക്ഷയില്ല. റോക്കറ്റ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ തരാം. ഇതെൻ്റെ ഇരുന്നൊരു സ്കോഡയുടെ കീയാണ്, വേറെ തരാം. അപ്പോൾ ഏൽപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതിനെ എല്ലാം ഭംഗിയാക്കി, കോട്ടയംകാർ പറഞ്ഞ് ഭംഗിയാക്കി തരണം. തീർച്ചയായും. ശരി, താങ്ക് യു.
അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ കണ്ടത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഡീറ്റെയിലിംഗ് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. രണ്ടാമത്തെ കാര്യം ട്രെയിനിങ്. നിങ്ങൾ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്റർ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിനിങ്ങിന് ഇവരെ സമീപിച്ചാൽ മതി. അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ബേ ഒന്ന് കാണാം അല്ലേ? ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മളൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് മുഴുവൻ കണ്ടിട്ട് പോകണമെന്നാണല്ലോ. അപ്പോൾ അതൊന്ന് കാണാം. ഇവിടെ പക്ഷേ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണത്? ഇവിടെ നമുക്ക് ആക്ച്വലി ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ വിൻഡോ ഫിലിം പലത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിൻഡോ ഫിലിം എത്രത്തോളം നല്ലതാണെന്ന് അറിയിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് വിൻഡോ ഫിലിം ഒട്ടിക്കാതെയും ഒട്ടിച്ചതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ IR ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പരിപാടി. ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ്, ഇതൊരു ചെയ്യാത്തൊരു ഫിലിമാണ്. ഇത് ചെയ്ത ഫിലിമാണ്. നമ്മളിവിടെ കൈ വെച്ച് നോക്കുമ്പോൾ ബൈച്ചൊന്ന് കൈ വെച്ച് നോക്കി ചൂട്. ഇനി ഇത് വിൻഡോ ഫിലിം ചെയ്തൊരു സ്ഥലമാണ്. ജസ്റ്റ് ഇതിൽ വേറൊരു കാര്യം, ഇതൊരു ഫുള്ളി ഡാർക്കറാണ്. ഏകദേശം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മെഷീനിൽ ഇതൊരു മെഷീനാണ് ആക്ച്വലി. ഇതിൽ രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് VLT ചെയ്ത് നോക്കിയോളൂ. VLT 1.3, അതായത് 99.7% വിസിബിലിറ്റി കട്ടാണ്, ഫുള്ളി ഡാർക്കറാണ്. പക്ഷെ അതിൻ്റെ IR എന്ന് പറയുന്നത് 11ആണ്. അതായത് 11% മാത്രമേ IR കട്ട് ചെയ്യുന്നുള്ളൂ ആ സമയത്ത്. അതെ, ഇത്രയും ഡാർക്കായിട്ടും. ആ സമയത്ത് നമ്മുടെ ഫിലിമിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 73 ആണ്. IR വരുന്നത് 98-99 ആണ്. അപ്പൊ അതെ, അത് ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി. ഈ ഇതൊക്കെ സ്ക്വയർ ഫീറ്റിന് ആക്ച്വലി 10 രൂപ ചൂടല്ലേ, ഇതൊക്കെ സ്ക്വയർ ഫീറ്റിന് 10 രൂപ കിട്ടുന്ന ഫിലിംസ് ആണ്. പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ചൂടിന് കയറില്ല, ഡാർക്കർ ആയല്ലോ എന്നുള്ളത്. പക്ഷെ അതല്ല, അതിന്റെ ഒരു IR പ്രോപ്പർട്ടിയും കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. 10 രൂപയ്ക്ക് 2500 രൂപയ്ക്ക് ഫുൾ ക്ലാസ് ചിലപ്പോൾ ചെയ്ത് കിട്ടും. പക്ഷെ അതിനൊരു എഫക്റ്റ് ഇല്ല. നമുക്ക് പ്രൈവസി കൺസേൺ, അതായത് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ സാറിന് ആക്സറി ഷോപ്പിൽ ചെന്നിട്ട് വിൻഡോ ഫിലിം ഒട്ടിച്ചാന്നും പറഞ്ഞ് വണ്ടി കൊടുക്കുക അല്ലാതെ അതിനെപ്പറ്റി നമ്മൾ കൂടെ അന്വേഷിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ അതിനെപ്പറ്റി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പം ഇവിടെ വന്നാൽ കൃത്യമായിട്ട് ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെയല്ലേ നാനോ ഡയമണ്ട് സംഭവങ്ങളൊക്കെ 10,000 രൂപയ്ക്ക് ചെയ്തു തരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഉണ്ട്. അതിലും ഈ പറഞ്ഞ ഡയമണ്ട് എന്നല്ല, പല കോട്ടിങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ റഫൈൻ ബോറോഫി എന്ന് പറഞ്ഞ കോട്ടിങ് പറയും. അപ്പോൾ അവർ ഈ പറയുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് പോലും ആവുന്നില്ല. ഇവർ പറയുന്ന റേറ്റിൽ 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10,000 രൂപയ്ക്ക് സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് നാനോ ഡയമണ്ട് കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് പോലും അത്ര ആവുന്നില്ല. പിന്നെ എങ്ങനെ അവർ ചെയ്യുന്നു എനിക്കറിയില്ല. പോളിഷിംഗ് കോമ്പൗണ്ടും പോളിഷിങ്ങും ആളുടെ സാലറിയും കാര്യങ്ങളും ഒരു 8-10 ആളുടെ മാൻ പവർ ആവശ്യമുണ്ട്. കോട്ടിങ്ങിന് ഒരു 10 രൂപ 15 രൂപ അത് വേണം, എല്ലാം റെന്റ് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇവർ 50%. അപ്പൊ അവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മളവിടെ ഫ്ലെക്സോയിൽ കണ്ട സാധനങ്ങളാണല്ലോ അല്ലേ, നാനോ കോട്ടിങ്ങിന്റെ? അതെ, ഇത് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പൊ ബൈച്ചേണ്ട വണ്ടിക്ക് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ റാപ്പിംഗ് ചെയ്ത വണ്ടി, അത് ഈ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് രണ്ടാമത് ടോപ്പപ്പിന് വരുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് നമ്മൾ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ ഡ്യൂറബിലിറ്റി പറയുന്ന പ്രൊഡക്റ്റ് ആണ്. നാനോ ഡയമണ്ടിന്റെ Pro 36 എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അലോയിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇത് ഗ്ലാസിന്. ഇത് ഹൈഡ്രോ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഗ്ലോസിനെസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഇത് ഇന്റീരിയറിന് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് അങ്ങനത്തെ കോട്ടിങ്. പിന്നെ ഇവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്ട്സുകളാണ് ഇത്. ആക്ച്വലി ഇത് ഒരു റിവൈവ് എന്ന് പറയുന്ന ഒരു ഷാമ്പൂ ആണ്. ടച്ച്ലെസ് ഷാമ്പൂ എന്ന് പറയും. അത് യൂസ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ കോട്ടിങ്ങിന് എഫക്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഷാമ്പൂസാണ്. പിന്നെ ഇതും എക്സ്ട്രാ ഒരു ഗ്ലോസിനെസ് ഒക്കെ ആവശ്യമുണ്ട്, അതിന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട്. ഇത് ഷാമ്പൂ ആയിട്ട് വരുന്നതാണ്, കോട്ട് കെയർ എന്ന് പറയുന്നത്. ഡിസോൾവ് എന്ന് പറയുന്ന വാട്ടർ സ്പോട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു ഇത്ര സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് 10,000 രൂപയ്ക്ക് സാധനം ചെയ്തു തരുന്നല്ലേ. അതെ, അത് മനസ്സിലാത്തതാണ്. ബാക്കി പ്രൊഡക്റ്റ് നിങ്ങൾ അവിടെ കണ്ടു കാണുമല്ലോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ. അതൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് ഷാമ്പൂ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ബാഗാണ് അല്ലേ. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തൊരു സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗോൾഫ് GT നമ്മൾ ചെയ്തല്ലോ, അതിൽ ഇവിടെ ഇങ്ങനെ മറ്റേ പൂച്ച എവിടെ? പൂച്ച അവിടെയാണോ? ശരി, എടുത്തില്ല. പൂച്ച അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും എല്ലായിടത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ ചോദിക്കണം എന്ന് വെച്ചിരുന്നതാ. ഇത് നിങ്ങൾ ഇവിടെ PPF ചെയ്താ? ഇല്ല, ഇത് PPF ചെയ്യാൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. മാറ്റ് PPF, മാറ്റ് കളർ വണ്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ അവര് PPF ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ളൂ.
ആ അപ്പോൾ ഇതിലും ഈ മാറ്റ് ഫിനിഷിലും PPF ചെയ്യാം. ചെയ്യാം. മാറ്റായിട്ട് വരുന്നുണ്ട് PPF, അതല്ലാതെ തന്നെ സാറ്റിൻ വരുന്നുണ്ട്. രണ്ട് സെഗ്മെന്റിൽ PPF വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്ലോസി ഫിനിഷ് ഉള്ള വണ്ടിയിലും ഈ പറഞ്ഞ പോലെ മാറ്റ് ഫിനിഷ് ഉള്ള PPF ചെയ്യാൻ പറ്റും. ചെയ്യാം. ഒരു വ്യത്യസ്തമാകും കിട്ടും. അത് ശരി, എനിക്കറിയാൻ വരുന്നു കേട്ടോ. അങ്ങനെ മാറ്റാം. അപ്പോൾ അത് റാപ്പിംഗ് അല്ല, PPF തന്നെ. ശരി, അത് കൊള്ളാം. അതുപോലെ റാപ്പിംഗ് നിങ്ങൾക്ക് പരീക്ഷിക്കാറുണ്ട്. എന്ന് വെച്ചാൽ റാപ്പിംഗ് ഒരിക്കലും കളർ ചേഞ്ച് ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാഹനം ബ്ലാക്ക് ആണെങ്കിൽ, അല്ല ബ്ലാക്ക് എന്നല്ല, എനിക്ക് ഇത്തിരി മങ്ങിയ നിറമൊക്കെ ആണെങ്കിൽ അതേ നിറം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് റാപ്പ് ചെയ്യാം അല്ലേ? ഇതെല്ലാം ഈ PPF ഒക്കെ കോട്ടിങ്ങിന് വന്നതുണ്ട്. നാനോ ഡയമണ്ട് കോട്ടിങ്, ഗ്രഫൈൻ. തിളങ്ങി നല്ല പോളിച്ചിട്ടുണ്ട്, പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് മേളിലാണ് ഇനി നമ്മൾ ആക്ച്വലി കോട്ടിങ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യും. ഇതൊക്കെ എടുത്തോണ്ട് വരുന്ന വഴിയാ അല്ലേ? എന്നെ പോലെ തന്നെയാ എടുത്തോണ്ട് വരുന്ന വഴി റോഷായി കൊടുക്കുന്നവരാ അതൊക്കെ. ഇത് ഇവിടെ ബാക്കി ഇത് നമ്മുടെ ടിൻഡിങ് ബേ ആണ്. ആക്ച്വലി വിൻഡോ ഫിലിം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് റൂമാണ്. ആക്ച്വലി ഡസ്റ്റ് ഒന്നും വരാതെ അല്ലേ? നമ്മൾ ചെയ്യുമ്പോഴും ആയാലും നമ്മൾ ആ എഡ്ജസ് കാര്യങ്ങളൊക്കെ സീൽ ചെയ്തതിന് ശേഷം ചെയ്യുള്ളൂ. ഒരു ഡസ്റ്റ്, ചെറിയ ഡസ്റ്റ് പോലും വരരുതെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ മാക്സിമം ചെയ്യാവുന്ന പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ ഈ എയർ ബബിൾസും അതല്ല, അതൊന്നും വരരുതല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നില്ല, അങ്ങനെ ബബിൾസ് ഒക്കെ വന്നാൽ നമുക്ക് അതിന് വാറണ്ടി ആണോ, എങ്ങനെയാണത്? ഒന്നും മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഒട്ടിക്കുന്ന സംഭവമാണ്. മൈന്യൂട്ടായിട്ട് ഒരു 1% 2% എവിടെയെങ്കിലും ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാടുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കൊടുക്കും. അല്ലെങ്കിൽ അത് ഹീലായി, കുറെയൊക്കെ ഹീലായി പോകുന്നുണ്ടാവും. അതല്ലാതെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി തന്നെ ഒരു ഇവിടെ ഇത് നമുക്ക് കോട്ടിങ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ പോളിഷ് ചെയ്ത് കഴിഞ്ഞ വണ്ടി സെറാമിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റൂമാണ്. അറ്റ് ടൈം ഒരു മാക്സിമം ഒരു 3 വണ്ടിയൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വാഷിംഗ് ബേ, ഇത് വാഷിംഗ് ബേ നമ്മുടെ വണ്ടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ ഏത് വണ്ടി വന്നാലും ആദ്യം വാഷിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അതിനെന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഉപയോഗിക്കുമോ, അതോ നമ്മൾ സാധാ? നമുക്ക് പല ടൈപ്പ് കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ അലോയ്ക്ക് വേണ്ടിയാണെങ്കിൽ അലോയ് ക്ലീനർ, അയൺ റിമൂവർ എന്ന് പറയും. ഈ ബ്രേക്ക് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അലോയിൽ പറ്റി പിടിക്കും. അപ്പൊ അതിന് നമ്മൾ നോർമൽ ഷാമ്പൂ കാര്യങ്ങളൊന്നും പറ്റില്ല. അതിന് അയൺ റിമൂവർ തന്നെ ഉപയോഗിക്കും. അപ്പൊ അയൺ റിമൂവർ, വീൽ ആർച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഡിഗ്രീസർ, എഞ്ചിൻ റൂം വാഷ് ചെയ്യാനായിട്ട് ഡിഗ്രീസർ, ഓരോ പാർട്ടിനും ഇപ്പൊ പ്ലാസ്റ്റിക് കളയാനായിട്ട് കുറച്ചും കൂടി ആ ഒരു ഡിഗ്രീസിങ് പവർ ഉള്ള, അതായത് ചെളി കാര്യങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് കളയാനായിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങള് ഓരോന്നിനും ഓരോ ഇതാണ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഓരോ ചെറിയ സാധനത്തിനും ഓരോ മെറ്റീരിയൽ ആണ്. പെയിന്റ് ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്, അലോയ് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ്, പ്ലാസ്റ്റിക് വേറെ മെറ്റീരിയൽ ആണ്. ഇതിൽ പറ്റിപ്പിടിക്കുന്ന ചെളികളും പല ടൈപ്പാണ്. അലോയിൽ പറ്റിപ്പിടിക്കുന്ന ചെളി ആയിരിക്കില്ല പെയിന്റിൽ പറ്റിപ്പിടിക്കുക, അതിലായിരിക്കില്ല. അത് ഓരോന്നും ഓരോ അതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ആവശ്യമാണ്. ഒറ്റ മൈൻഡ് ആണ്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഷാമ്പൂ ഇട്ട് ചെയ്താൽ തീരുമെന്നുള്ളത്. അതിന് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ആവശ്യമാണ്. ഇതെല്ലാം PPF ഇതൊക്കെ AC ആണ് അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ കട്ട് ചെയ്യുന്നത് ഫ്ലോട്ടർ എന്ന് പറയുന്ന സാധനം, ഇപ്പൊ ഇതൊന്നും അധികം ഒത്തിരി വിൽക്കുന്ന വണ്ടികളല്ല. ഇതിന്റെ പോലും അവൈലബിൾ ഉണ്ട് ആണല്ലേ? ഒരു സംഭവമാണല്ലോ. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? ഇത് അപാരമായ ക്ഷമ വേണം. ഒരു നല്ലൊരു ഡീറ്റെയിലർ ആയിരിക്കണം എന്നുള്ളത്. അതായത് നല്ല ഒരു പടം വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ? ഇതാണ് സൈഡ് വ്യൂ മിറർ സൂര്യ വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വെച്ച് പക്കയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കട്ടിംഗ് മാർക്സോ കാര്യങ്ങളൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നു ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയൊരു വണ്ടികളൊന്നാണ് ഇതല്ലേ? ഇത് ഏകദേശം 5.something ഉണ്ട് ഈ ലെങ്ത്. എവിടെയെങ്കിലും കൊണ്ടിട്ട്. അതുപോലെ തന്നെ വേറെ ചോദിക്കട്ടെ, ഈ എഞ്ചിൻ ബേ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ഇത് പലപ്പോഴും ബോണറ്റ് തുറക്കുമ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ചെളി കാര്യങ്ങൾ പിടിക്കാനും എപ്പോഴും ഒരു ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് കോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ എഞ്ചിൻ ബേ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള വീട്ടിൽ ആണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഡിഗ്രീസർ ആയിട്ട് വരുന്നത് അത് നമ്മളൊരു ഫോം ബോട്ടിൽ എടുക്കുക. അതിനുള്ള ബ്രഷുകളുണ്ട്. അത് ഓരോ ചെറിയ ചെറിയ പാർട്ട് നോക്കി ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളതാണ്. അപ്പോൾ അത്തരം സൊല്യൂഷൻസ് നമുക്ക് ഫ്ലെക്സോയിൽ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഓരോ സാധനത്തിനും, അതായത് വണ്ടിയുടെ ഓരോ സാധനവും
കണ്ടോ എങ്ങനെ കാശുണ്ടാക്കുന്നുണ്ടോ? അതായത് ഇവരല്ല, ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ, ഓരോ സാധനത്തിനും വെച്ചിട്ടുള്ള കാര്യമായ ആവശ്യം ഉണ്ട് അവിടെ. അല്ല വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പണ്ടത്തെ വണ്ടികൾ പോലല്ലോ ഇപ്പോഴത്തെ വണ്ടികൾ, അത്രയും വില പിടിച്ച അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് പാർട്സും ഒക്കെ ആകുമ്പം ഓരോന്നിനും അതിന് വേണ്ട സൊല്യൂഷൻസ് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഫ്ലെക്സോയിൽ പോയി നിങ്ങൾക്ക് തന്നെ വാഹനം വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 10,000 രൂപയ്ക്ക് ഒരു ഡയമണ്ട് കോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുമോ? ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് 10,000 വരും. പിന്നെ എങ്ങനെ ഞാൻ 10,000 എനിക്ക് ചെയ്യണം? പിന്നെ ഞാനിവിടെ വേറെ അതില്ല. നമ്മളതുകൊണ്ട് തന്നെ വേറെ എവിടെ നോക്കിയാലും ചിലപ്പോൾ ഒരു ഇച്ചിരി പൊടിക്ക് കാശ് നമ്മുടെ ഇവിടെ കൂടുതലായിരിക്കാം. നമുക്ക് ആ ഒരു റേറ്റ് വരുന്നുണ്ട്. അത് ഇപ്പൊ ഫ്ലെക്സോയിൽ വന്നാൽ നിങ്ങൾക്ക് കോട്ടേഷൻ ഓരോ പ്രോഡക്റ്റിന്റെ എമൗണ്ട് നോക്കിയാൽ അറിയാം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ശരിയാണ്. അല്ല, ആ ഒരു ഇത് നിലനിർത്തണം. നമ്മൾ വെറുതെ കുറച്ച് കൊടുത്ത് കൂടുതൽ കച്ചവടം കിട്ടിയിട്ട് ഞങ്ങള് ഈ നേരത്തെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് വലിയ ഷോപ്പിലേക്ക് വരാനുള്ള കാരണം ആ ഒരു ക്വാളിറ്റി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെയാണെന്നുള്ളത് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോകളൊക്കെ വന്നിട്ട് ധാരാളം പേര് അല്ലാതെ വിളിച്ചിട്ടും ഒക്കെ ഇവരുടെ തോന്നി ഇതുവരെ എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ പോകണം മുന്നോട്ട്. അപ്പം ഇനി ഞാൻ വണ്ടി എടുത്ത് പോട്ടെ. അപ്പോൾ നമ്മൾ പണ്ട് നാട്ടിലെ ഈ കരോള് പോയിട്ട് പാടും, വീട്ടിൽ നിന്നൊക്കെ പൈസ കിട്ടുമ്പോൾ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാൻ ഞങ്ങളിതാ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കീ വീണ്ടും കൈപ്പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി BMW കൊണ്ടുവന്ന് തരാം. നമുക്കൊന്ന് എനിക്കൊന്ന് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇനിയിപ്പോൾ ഉടനെ ഞാൻ വേറെ വണ്ടി എടുക്കാൻ സാധ്യതയില്ല, എങ്കിലും വെറുതെ വരാം. അപ്പോൾ ശരി എല്ലാവരും. ഓക്കെ.